നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പായം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. ഭരണി നക്ഷത്രക്കാരുടെ 2202 ആണ്ടിൻ്റെ ഫലത്തെയാണ് പറയാൻ പോണത്. പുതുവർഷം എന്ന് പറയുമ്പോൾ 1202. അത് 2026 ആഗസ്റ്റ് 17 തുടങ്ങി 2027 ആഗസ്റ്റ് 17 വരെയാണ്. അപ്പോൾ ഈ മേടക്കൂറുകാർക്ക്, ഭരണി നക്ഷത്രക്കാർക്ക് ആദ്യമൊക്കെ ഇത്തിരി അനുകൂലവും വളരെ വിജയവും പുരോഗതികളും ലഭിക്കുന്നതാണ്. കാരണം വേഴം 4ലും 5ലും ഉണ്ട്. ശനി 12 നിൽക്കുന്നത് ആശ്വാസമാണ്. രാഹു 11 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷത്തിൽ കൂടെയാണ് നിങ്ങളുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേഴം 4 വരുമ്പോൾ ക്ഷേത്രം ഗോ ശയനാസനാനി സുഖം വിദ്വേഷ ഹീലാഹോ ഭവേല. ക്ഷേത്രം, അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടാക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട് വയ്ക്കണമെങ്കിലോ സ്ഥാപനം വയ്ക്കണമെങ്കിലോ ഉണ്ടാക്കണമെങ്കിലോ അതൊക്കെ നമുക്ക് വിചാരിച്ചാൽ നടക്കും. കോക്കൾ എന്ന് വെച്ചാൽ പശു, നാൽക്കാലി ലാഭമൊക്കെ ഉണ്ടാകും. പൗൾട്രി ഫാം, ഡയറി ഫാമൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്താൽ അത് വളരെ ഐശ്വര്യപൂർത്തിയും പുരോഗതികളും ഉണ്ടാകും. ആനയും കുതിരയൊക്കെ കിട്ടുന്ന കാലഘട്ടവും കൂടിയാണ് ഈ 4ാമത്തെ രാശിയിൽ വേഴഗ്രഹം വരുന്ന സമയം. ഗുരുദേവത വിപ്രാണാം പ്രസാദജ ശുഭാഗമം ദിഗൂല ഹേമദന്തശോ സുധാപ്തൻ ഗുരുദോർ ഗുരു എന്നാണ്. ഗുരു എന്ന് പറയുന്ന വേഴത്തിന് ഗുരുക്കന്മാരുടെയും ദേവന്മാരുടെയും വിപ്രന്മാരുടെയും പ്രീതി കിട്ടുമെന്നാണ്. ഗുരു എന്ന് വെച്ചാൽ മാതാ, പിത, ഗുരു, ദൈവം ഇവരുടെയൊക്കെ അനുഗ്രഹം കിട്ടും. അതാണ് ഈ ഗുരു. ദേവന്മാരുടെ പ്രീതി കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ദൈവങ്ങളിലും അമ്പലങ്ങളിലും മതപരമായ അനുഷ്ഠാനങ്ങളിലും താല്പര്യം ജനിക്കുകയും അത് നിമിത്തം അവർക്ക് പല ദുരന്തങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാനും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ശരീരസുഖവും മനസ്സുഖവും സാമ്പത്തിക ഉയർച്ചകളും സ്ഥാന മാന അധികാര അംഗീകാരങ്ങളും ഒക്കെ കിട്ടും. ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവർക്കാണ് വളരെ ടോപ്പിലെത്താൻ പറ്റുന്നത്. കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഏത് ഫാക്ടറി മെഷീനറി വേണമെങ്കിലും പ്രവർത്തിക്കും. കറണ്ട് ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കറണ്ടിലുള്ള കാറുണ്ടെങ്കിലും ബൈക്കുണ്ടെങ്കിലും ഫാന്, മിക്സി, ഗ്രൈൻഡർ എന്തുണ്ടെങ്കിലും കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല. കറണ്ട് അടിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ എൻജിനീയർ ആയിരുന്നാലും തട്ടിപ്പോകും. അപ്പം അതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് തുണയായിട്ട് നിൽക്കുന്ന സമയമാണ്. പിന്നെ ഗുരുദേവത വിപ്രാണാം പ്രസാദയ. വിപ്രന്മാർ പ്രസാദി. ഇത് BC-യിലുണ്ടായ ശാസ്ത്രമാണ്. ജ്യോതിഷത്തെക്കുറിച്ച് വേണം അന്ധവിശ്വാസം എന്നൊക്കെ പറയണം. ശ്രീരാമന് ജാതകമുണ്ട്, ശ്രീകൃഷ്ണന് ജാതകമുണ്ട്, രാവണന് ജാതകമുണ്ട്. അങ്ങനെ കൃതയുഗത്തിലും തോത്രയുഗത്തിലും ദ്വാപരയുഗത്തിലും കലി ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ജ്യോതിഷമുണ്ട്. ഇതിനെയൊക്കെയാണ് ശാസ്ത്രമാണ് അല്ല എന്നൊക്കെ പറയുന്ന പുരോഗമന ചിന്താഗതിയുള്ള എല്ലാ അറിവും ഉണ്ടെങ്കിലും ഒരു അറിവും ഇല്ലാത്ത ആൾക്കാർ വിമർശിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെ പ്രീതിയും നമുക്ക് കിട്ടും. ശുഭാഗം എല്ലാ ശുഭങ്ങളും. ഹേമം സ്വർണം കിട്ടും, നന്ദി ആനയെ കിട്ടും, അശ്വം കുതിരയെ കിട്ടും. സുധാപ്തിം ഗുരുദോർ ഗുരു. സുധ മക്കളൊക്കെ ഉണ്ടാവും. ആനയും കുതിരയൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ധാരാളം ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർക്ക് നമുക്ക് കമ്പമില്ലെങ്കിലും ഒരു ആനയെ വാങ്ങിക്കാനും കുതിരയെ വാങ്ങിക്കാനും ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അത് നേടാൻ ശ്രമിക്കുന്ന ഒട്ടനവധി പേരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കൃഷി നാൽക്കാലി ഗുണങ്ങളൊക്കെ കിട്ടും. ശുഭാഗമം, ദിഗൂലഹേമം, അങ്ങനെ നമുക്ക് പൈസയും ഹേമവും സ്വർണ്ണ ലാഭങ്ങളും ഭൂമി ലാഭങ്ങളും വീട്, വസ്തു, കെട്ടിടം, വാഹനമൊക്കെ ഉണ്ടാകുന്നത് 4 വേഴൻ വരുന്ന കാലഘട്ടത്താണ്. അപ്പോൾ വേഴൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് 4ാമത്തെ രാശി. അത് കഴിയുമ്പോൾ വേഴൻ 5ലേക്ക് വരും. 5ലേക്ക് വരിക എന്ന് പറയുമ്പോൾ 2026 ഒക്ടോബർ മാസം മുതൽ വേഴ 5ലോട്ട് വരും. അപ്പോൾ വേഴ 5 വരുമ്പോൾ
നമുക്ക് പുത്രസ്ഥ ലാഭോ അഥവാ ആരോഗ്യം പ്രതിബോധയസ്യ മനസന്തുഷ്ടിച്ച പുണ്യോദയ എന്നാണ്. അങ്ങനെ സന്താന ലാഭം, ആരോഗ്യം, ബുദ്ധി, മനസ്സിന് സന്തോഷം, പുണ്യം ഇതൊക്കെ കിട്ടുമെന്നാണ്. ഇതൊരു വലിയ കാര്യമാണ്. പുത്രസ്ഥ ലാഭം എന്ന് വെച്ചാൽ നമുക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം. അതുമല്ല, നിങ്ങളുടെ ഒരു നല്ല കാര്യം പറയാം, പലവർക്കും ജോലി കിട്ടിയിട്ട് മതി കല്യാണം. കല്യാണം കഴിഞ്ഞാലും പെട്ടെന്ന് മക്കൾ വേണ്ടാന്ന് വിചാരിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ചാൽ പിന്നെ ജോലിക്ക് പോകണ്ടേ, പഠിക്കാൻ പോകണ്ടേ, കൊച്ചിനെ നോക്കണ്ടേ, അതൊക്കെ വലിയ പാടല്ലേ. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ വേണ്ടാന്ന് വിചാരിച്ച് ജീവിതകാലം മൊത്തം ഉണ്ടാക്കിയ പൈസ ആശുപത്രിയിൽ കൊണ്ട് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരെയും ധാരാളം നിങ്ങൾക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ മക്കളുണ്ടാകാൻ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ 1 അല്ല 5 കോടി രൂപ കൊടുത്താലും പറ്റാത്ത കാര്യം ഒരു 5 മിനിറ്റ് കൊണ്ടുണ്ടാകാൻ ചാൻസ് ഉള്ള സമയമാണ്. അതുകൊണ്ട് സന്താന ലാഭങ്ങളുണ്ടാകും. അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറി വരും. ഉള്ള മക്കൾക്ക് നല്ല ജോലി, അധികാര, അഭിവൃദ്ധി, സമ്പത്ത്, സൗഭാഗ്യ, ഐശ്വര്യമൊക്കെ കിട്ടും. മനസന്തുഷ്ടിച്ച പുണ്യോദയേ, മനസന്തുഷ്ടി കിട്ടും. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് മനസ്സുഖമാണ്. അത് കിഡ്നിയും കരളും ഒക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. മനസ്സ് മാറ്റി വയ്ക്കാനുള്ള ടെക്നോളജി ഉണ്ടാ ഇതൊരിക്കില്ല, മെഡിക്കൽ സയൻസ് ഇല്ല. പിന്നെ ആത്മീകം, ദൈവികം, ഭക്തിയൊക്കെ കൊണ്ട് മനസ്സുഖം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഭക്തിമാർഗത്തിലും ഈശ്വര ചിന്തയിലും സ്നേഹത്തോടു കൂടിയൊക്കെ നിങ്ങളോട് ആളുകൾ പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് അങ്ങനെ പ്രവർത്തിച്ച് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ പറ്റുന്ന സമയവും കൂടിയാണ്. അങ്ങനെ മനസ്സിന് നല്ല ഐശ്വര്യം, അഭിവൃദ്ധി, പുരോഗതിയൊക്കെ കിട്ടും. എന്നാൽ നമുക്ക് 2026 6-ാം മാസം മുതൽ ശനി നീചത്തിൽ നമ്മളെ മേടക്കൂറിൽ വരെയാണ്. 7-ാണ്ട് ശനിയും ഈ ശനി നീചനായിട്ടാണ് മേടരാശി നിൽക്കുന്നത്. അപ്പം നീചമെന്ന് വെച്ചാൽ വളരെ ദോഷത്തെ, നീചവും മൗഢ്യം പ്രാപ്തവും മരണം, പരിചര, സ്ത്രീ സുതരൈഹി വൃത്തം, പ്രാവീണത്വം, കലകം, അപവാദം, പരിഭവം, സുഖം വാ ദുഃഖം വാ, വൈശേഷിക ഫലം ക്രമാൽ എന്നാണ്. അപ്പോൾ നീചത്തിലോ മൗഢ്യത്തിലോ വരുന്ന ഒരു അവസ്ഥയിൽ മരണം ഉണ്ടാകുന്നു. അപ്പം നമുക്ക് മാത്രമല്ല ആ ബന്ധുക്കൾക്കും ചില ആപത്തും മരണം മുതലായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അരി എന്ന് വെച്ചാൽ ശത്രുക്കൾ ഒത്തിരി വർദ്ധിക്കും. കള്ളക്കേസിലൊക്കെ നമ്മൾ പെട്ടുപോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ കുരുക്കുള്ള പരിപാടികൾ ഉദ്യോഗസ്ഥനായിരുന്നാലും സാധാരണക്കാരനായിരുന്നാലും പോലീസായിരുന്നാലും ജഡ്ജായിരുന്നാലും അധികാരികളായിരുന്നാലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ജഡ്ജിക്കും എതിരെയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും വരെ നടപടികളും ശിക്ഷകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പല കോടതിയിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കുരുക്ക് വീഴാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ അതോ അന്യദേശ യാനം പദാച്ച ചലനം ധനഹാനി ദയനീയനാണ്. അങ്ങനെ നമുക്ക് വീട് വിട്ടുപോവാൻ, നാട് വിട്ടുപോവാൻ, ഉള്ള വീടും വസ്തുവൊക്കെ വിറ്റ് പറക്കി പോവാൻ, ധനഹാനി വെച്ചാൽ നിറയെ പൈസ ഉള്ള ഒരാളാണെങ്കിലും നമ്മൾ ആലോചിക്കാതെ ചിന്തിക്കാതെ പലതിനും വാരി ചിലവാക്കി പൈസ എത്രയും പോയി, ബന്ധുക്കൾ അത്രയും വിരോധിച്ച്, അന്ന് അധികാരികളുടെ വിരോധം, ജോലി നഷ്ടപ്പെട്ടു പോകാനുള്ള അവസ്ഥ, പിന്നെ നമുക്ക് പ്രൊമോഷനും സാലറിയൊന്നും കിട്ടണില്ല എന്നുമുണ്ട് ഉള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് ചുമ്മാ ഇരിക്കാമെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ, വേറെ ജോലി കിട്ടട്ടെന്നും പറഞ്ഞുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ പുതിയൊരു ജോലി കിട്ടാൻ പരിശ്രമിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ ഉള്ള ജോലി കളഞ്ഞിട്ട് നിങ്ങളൊരു പുതിയ ജോലിയുടെ പുറകെ പോകാൻ ശ്രമിക്കരുത്. ഉള്ള ജോലി നിലനിർത്തിക്കൊണ്ട് പുതിയ ജോലികളും അവസരങ്ങളും കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് പ്രവർത്തിക്കണം. മുടങ്ങി കിടക്കണ വിദ്യകളും കാര്യങ്ങളൊക്കെ വന്ന് എഴുതിയ ഈ വേഴത്തിൻ്റെ 4-ലും 5-ലും ഉള്ള സഞ്ചാരകാലം കൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ടാവും. പിന്നെ കുഴപ്പം മാറി. പിന്നെ രാഹു 11 നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ 10-ലോട്ട് വരും. അപ്പോൾ രാഹു 10 വരുന്നത് 2026 6-ാം മാസമാണ് അതും വരുന്നത്. അപ്പോൾ രാഹുവിൻ്റെ മാറ്റങ്ങളും നമുക്ക് 2026 ഡിസംബർ മാസത്തോടു കൂടിയാണ് രാഹു നമുക്ക് മാറി വരുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ചതിയുണ്ട്. രാഹുവും കൂടെ 10-ലേക്ക് വരുമ്പോൾ 10 എന്ന് വെച്ചാൽ നമ്മുടെ തൊഴിലാണ്. തൊഴിൽ സ്ഥാനത്ത് രാഹു വരുമ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. കാരണം ഈ സൂര്യചന്ദ്രന്മാരുടെ സമീപത്തിങ്കിൽ രാഹു കേതുക്കൾ വരുമ്പോഴാണ്
സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഉണ്ടാകും. ഈ അസ്ട്രോണമിയും അസ്ട്രോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഈ അസ്ട്രോണമി എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരം, രാഹു മാറണം, വേഴം മാറണം, ചൊവ്വ മാറണം, അതവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം, ഗ്രഹങ്ങൾ പരസ്പരം അടുത്ത് വരണം, അകന്നു പോകണം, ഷുമാക്കർ രവി മുതലായിരിക്കുന്ന ധൂമകേതുക്കൾ അടുക്കണം. ഇതിനെയൊക്കെ കുറിച്ചുള്ള ഗവേഷണം, നിരീക്ഷണം, പരീക്ഷണമൊക്കെയാണ് ഈ അസ്ട്രോണമിക്കുള്ളത്. അതുകൊണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മനുഷ്യർക്കും ജീവജന്തുക്കൾക്കും ചരാചരങ്ങൾക്കും ഉണ്ട പ്രവർത്തനങ്ങളാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത്. ഇതാണ് മീഡിയക്കാർക്ക് അറിഞ്ഞിടാത്തത്, പഠിക്കാനും പഠിപ്പിക്കാനും സമ്മതിക്കാത്തത്. നിങ്ങളെപ്പോലുള്ള വിശ്വാസികളെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ പിഴച്ചു വരുമ്പോൾ പാവേ കർമ്മഗതേത് കർമ്മവിഗത നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമാദികളൊക്കെ തടസ്സം വരെ ദുഷ്കീർത്തി നമ്മൾ ചെയ്യാത്തത് ചെയ്തെന്ന് മറ്റുള്ളവർ കരുതി കൂട്ടുകയും വിനാശന നാശനഷ്ടങ്ങളും രോഗങ്ങളും പ്രോക്ഷണം ചേരുക, കത്തുക, നശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ശരീരത്തിൽ പൊള്ളൽ വീഴുക, ഒടിവിച്ചതവുകൾ ഉണ്ടാകുക, കുതിരയെപ്പോലെ നടന്ന നമ്മൾ പാമ്പിനെ പോലെ അഴിയുക, സ്ട്രോക്ക്, പാരാലിസിസ് ഒക്കെ വരിക. അപ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങളും ബന്ധുക്കളുടെ വിരോധം, പാമ്പിനെ കണ്ട ആളുകൾ എന്ത് ചെയ്യും, തൊഴുതു മാറിപ്പോണ ഒരു അപൂർവം, അടിച്ചു കൊല്ലാൻ ശ്രമിക്കും. അങ്ങനെ എവിടെ ചെന്നാലും പാരകളുണ്ടാകുക, ശത്രുക്കളുണ്ടാകുക, കള്ളക്കേസുകളുണ്ടാകുക, വിശ്വാസവഞ്ചന, ചതി, തൊഴിൽ രംഗത്ത് പല പ്രതിസന്ധികളും, ബിസിനസ്സിലൊക്കെ വലിയ ശത്രുതകളൊക്കെ ഉണ്ടായി, ലൈസൻസൊക്കെ ക്യാൻസലായി പോണത്, വിസ കിട്ടാതെ വരുന്നത്, അതേപോലെ വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റ് നഷ്ടപ്പെടുന്നത്, പുതിയ ജോലി കിട്ടാതെ വിഷമിക്കുന്നത്, ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് സർപ്പത്തിനെ കൂടെ ഒന്ന് പിടിച്ചോളാം. നാഗർക്ക് നാഗരാജ, നാഗേക്ഷി, നാഗന്യ സർപ്പദേവതകളെയും കാലഭൈരവൻ, ഹനുമാൻ, ശാസ്താവ് മുതലായ ശനീശ്വരന്മാരെയും നമ്മളൊന്ന് ഭജിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ദോഷങ്ങൾ മാറി കിട്ടും. ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല സമയമാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് നല്ലതായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാകും. ജാതകത്തിൽ ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അവിടെ ജ്യോത്സ്യനും വക്കീലും അധികാരികളും കുടുംബക്കാരും കാണില്ല. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രം കാണും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സർവ്വവിധ ഭാഗ്യങ്ങളും കിട്ടും. കാരണം ഒരുപാട് ദോഷങ്ങൾ നമ്മളെ ഭക്തിയും ശ്രദ്ധയും കൊണ്ട് നമുക്ക് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഏഴരാണ്ട് ശനിയൊക്കെ ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓട്ടിക്കണം, സൂക്ഷിക്കണം. സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന അവസ്ഥ ശനി ജന്മത്തിൽ വരുമ്പോൾ ഉണ്ട്. മരുന്നും വേണം, മന്ത്രവും വേണം, ഒക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറും. ജാതകം പരിശോധിക്കുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരണം. കഴിയുന്നതും എന്നെ കാൾ ചെയ്യരുത്. വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ മാത്രം അപേക്ഷിക്കുകയാണ്. കാലഭൈരവ ക്ഷേത്രത്തിൽ ജന്മശനി, സർപ്പത്തിൻ്റെ ദോഷം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആ കാലഭൈരവ ക്ഷേത്രത്തിൽ ഏത് തരത്തിലുള്ള കാലദോഷം, സമയദോഷം, ദേവശാപം, ബ്രാഹ്മണശാപം, പുതുശാപം എന്തുണ്ടെങ്കിലും മാറ്റുന്ന മാന്ത്രികന്മാരുടെ അമ്പലമാണ്. അവിടെ ഒന്ന് തൊഴുക, നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥന കൊണ്ട് തന്നെ ദോഷങ്ങൾ മാറും. പരിഹാരവും പൂജയൊക്കെ ചെയ്താൽ നല്ലതാണ്. ചെയ്യാൻ പറ്റുമെങ്കിൽ ഗണപതി പൂജയും ഭഗവതി പൂജയും മുത്തുഞ്ചും ഐശ്വര്യ പൂജയും ശത്രുന്മാരുടെ പൂജയൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും പ്രാർത്ഥന, ശ്രദ്ധ, ഭക്തി, പുരസ്സരമുള്ള ജീവിതശൈലി, ഈ മരുന്നും മന്ത്രവും ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലത് വരും. പിന്നെ നിങ്ങൾക്ക് ഈ വർഷം ആദ്യകാലം വളരെ നല്ല, അവസാന കാലങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ട് കൊണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടും ഭക്തി കൊണ്ടും മാറാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. പത്മനാഭസ്വാമിയുടെയും കാലഭൈരവസ്വാമിയുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.